ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുട്ടേജ് എന്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഞാനും ശ്രേയസും. മോർണിംഗ് ഷോട്ടാ, അത് കണ്ട് പണിക്കിറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് കാണുന്നൊരു മൂഡുണ്ട്, വളരെ സ്ലോ ബേസ്ഡ് ഒരു പടം. ശ്രേയസേ, എനക്ക് വർക്കൗട്ടായി പടം. വേറെ യൂട്യൂബർ ബ്ലോഗർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം ഏത് രീതിക്ക് കൊണ്ടുപോകണം. ആള് ഇതിനെ ഡയറക്ടർ എഡിറ്ററും കൂടി കേട്ടോ. നിന്റെ എക്സ്പീരിയൻസ് നീ പറയും, എനിക്ക് കുറച്ചും കൂടി കണക്ട് ആവുന്നു. അത് എന്താ പറയാ, ഒരു ഇങ്ങനത്തെ മൂവീസ് കണ്ടിട്ടുണ്ട്, എന്നാൽ പോലും നമുക്കൊരു എന്താ പറയാ ഒരു FPP മോഡാണ് ശരിക്കും പറഞ്ഞാൽ ഫുൾ മൂവി. കാരണം വെച്ചാൽ നമുക്ക് എന്താ പറയാ, നമ്മളിപ്പോ ഒരു ഫുള്ള് ആൾക്കാരെ നമുക്ക് ക്യാരക്ടേഴ്സ് നടക്കുന്നതും കാര്യങ്ങളും നോർമൽ മൂവീസ് കാണുന്ന പോലെയല്ല ഈ മൂവി. കുറച്ച് ഡിഫറെന്റ് ആണ്. ഒരു കാര്യം ആദ്യം പറയാ, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം പടത്തിൽ പോയാൽ മതി. വെറുതെ നമ്മളെ തെറി വിളിക്കാനും കൊന്നു വിളിക്കാനും വരണ്ട. വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫാമിലി ഒന്നും പോകണ്ട, കുട്ടികളായിട്ടൊന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് കുറച്ച് എന്താ പറയാ ഈ 18+ കണ്ടന്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പടം തുടങ്ങുമ്പോ തന്നെ ഏകദേശം ആ ടൈപ്പ് ഓഫ് കണ്ടന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും പിള്ളേരെ കയറ്റാൻ പോകുന്നില്ല. അപ്പൊ അത് ഫാമിലി ആയിട്ട് പോകാനുള്ള സംഭവം ഇല്ല, അത് ഓൾറെഡി അങ്ങനെയാണ്. പിന്നെ മെയിനായിട്ട് ഈ പടം എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അതാണ് നമ്മൾ പോകേണ്ടത്. മെയിനായിട്ട് ഞാൻ പറയുന്നത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസിന് വേണ്ടി. ശ്രേയസ, നീ എഡിറ്റിംഗ് ഒക്കെ അത്യാവശ്യം നീ ഇൻവോൾവ് ചെയ്യുന്നതാണ്. ക്യാമറ ഒരു രക്ഷയില്ലാത്ത സാധനം. അടുത്ത കാലത്ത് മലയാളത്ത് ഇതില് ശരിക്കും ക്യാമറ എനിക്ക് തോന്നുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണോ അത് കൊണ്ടു നടക്കുന്നത്, അതോ ഇനി വേറെ ആളുണ്ടോ ഫീൽ ചെയ്തു. ശരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും എന്താ പറയാ, നമ്മള് ഈ ഗെയിംസ് കളിക്കുന്ന ആൾക്കാർക്ക് അറിയാം, FPP കളിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് ആണ് സിനിമ ശരിക്കും വരുന്നത്. അതിൽ കുറെ സീൻസുകളുണ്ട്, പ്രത്യേകിച്ച് സൗണ്ട് എഫക്ട്, സൗണ്ട് പിന്നെ ബീജിയം. കാട്ടിലെ 2 സീനുണ്ട്. ഇതൊരു ഭയങ്കര റിയലിസ്റ്റിക് ആണ്. നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് ജസ്റ്റ് എക്സാമ്പിൾ എടുത്തു, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഒരു ട്രിപ്പ് പോകണം, നമ്മളൊരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പറയുന്നത്, നമ്മളവിടെ പോകണം, ഇത് വീഡിയോ എടുക്കുന്നു. ഇപ്പൊ 3 പേർക്ക് 3 എക്സ്പീരിയൻസ് കിട്ടും. പക്ഷെ 3 പേരും 3 വഴിക്കാ പോകണം, അല്ലേ? എന്താ ഞാൻ പറഞ്ഞത്? അങ്ങനത്തെ വ്യൂ പോയിന്റ് ചിന്തിച്ചാണല്ലോ ഈ എന്റെ പോലെ. അതൊരു പെണ്ണും കൂടി ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞെങ്കിൽ കണ്ടന്റ് എന്ന് പറയുമ്പോ ഇവര് പറഞ്ഞ പോലെ സംഭവം ചെറിയ കണ്ടന്റ് ആണ്, വ്ളോഗേഴ്സ് ആണ്. പിന്നെ അതുപോലെ ഇവര് എന്താ പറയാ, ഈ നമുക്ക് കുറച്ചും കൂടി ഹൊററായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, നമ്മുടെ ചുരുളറിയാത്ത രഹസ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അതേപോലത്തെ ഒരു കണ്ടന്റ് ആണ്. നമ്മൾ ഈ പ്രേതം കാര്യങ്ങൾ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ആ ഒരു രീതിക്കുള്ള കുറെ ഫുട്ടേജസും കാര്യങ്ങളും അങ്ങനെ ഒരു രീതിയിൽ പോയി ലാസ്റ്റ് ഒരു ചെറിയൊരു കേസില് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വിഷയത്തിലേക്ക് അവർ എത്തുന്നു. ആ ഒരു വിഷയത്തെ ഇതിലായിട്ട് അതിന്റെ പിന്നാലെ പോകുന്നൊരു സിമ്പിൾ സ്റ്റോറിയാണ്. കാരണം അത്രയും കൂടുതൽ വലിച്ചു കിട്ടാനുള്ള പെർഫോമൻസ് 2 പേര്, നമ്മുടെ വിശാഖ് അല്ല എന്റെ പേര്, വിശാഖ്, പിന്നെ പെണ്ണിന്റെ പേരെന്താ ഓർമ്മയില്ല, ഗായത്രി അങ്ങനെയൊന്നും പറഞ്ഞത്. പിന്നെ മഞ്ജു ചേച്ചി അധികം സമയമൊന്നും ഇല്ലേ കൂടി ഉള്ള സമയം. അതാണ് ഈ പടം. ആള് വന്ന് പോലെ 1-2 സീക്വൻസ് ഉണ്ട്, അതിലൂടെയാണ് പടം പോണ്. പിന്നെ മറ്റേ ചേച്ചി ഹോംമേഡായിട്ട് വരും, അടിപൊളി. അത് 6-7 പേരെ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. അത് അതിഗംഭീരാണ്. കണക്റ്റഡ് ആ സീനുകള്. പിന്നെ ഇത്രയും പേരെ വെച്ചിടുങ്ങുന്ന ഒരു സബ്ജക്ട് ചെറിയ കണ്ടന്റ് ആണ്. പക്ഷെ അത് നമുക്ക് ഒരു 3.5 മണിക്കൂറുള്ള സാധനം ഉണ്ട്. 4 മണിക്കൂറൊക്കെ പടാണിത് ശരിക്ക്. അത്ര ലെങ്ത് എടുത്ത് തോന്നും. പക്ഷെ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ എടുത്തിട്ട് അങ്ങനെ കണ്ടിരിക്കാവുന്ന ആൾക്കാർക്ക് മാത്രം പടത്തിൽ പോയാൽ മതി. അതിൽ കയറുമ്പോഴേ ചിലപ്പോ ചിലവർക്കൊക്കെ ഭയങ്കര ലാഗി ഫീൽ ചെയ്യാൻ കാരണം നന്നായി ഫീൽ ചെയ്യും. കാരണം എഡിറ്റിംഗ് അങ്ങനെയാണ്. അത് ഒരു എഡിറ്ററുടെ സാധനമാണത്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഒരു റിയലിസ്റ്റിക് ഗെയിം കളിക്കുമ്പോ FPP മോഡ് എടുത്തിട്ട് ഗെയിം കളിക്കുന്ന എങ്ങനെയാണ്, അതാണ് ശരിക്കും നിങ്ങൾ മൂവിയിൽ കാണുന്നത്. ശരിക്കും എനിക്കതാണ് ഫീൽ ചെയ്തത്. കുറെ സീൻസും പിന്നെ നമ്മൾ അങ്ങനത്തെ FPP ഗെയിംസ് ഒക്കെ കളിക്കുന്ന ആൾക്കാർക്ക് അറിയാം.